പ്രദീപ് ജോസഫ് നോക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, NSSും SNDPയും സഹകരിക്കാൻ പോകുന്നു. നേരത്തെ ബിനിൽ പറഞ്ഞ പോലെ 20 വർഷങ്ങൾക്ക് മുൻപ് അത്തരമൊരു സഹകരണം ഉണ്ടായിരുന്നു. പിന്നീട് ആ സഹകരണം ഏറ്റുമുട്ടലിലേക്ക് വഴിമാറി രണ്ട് വഴിക്ക് പിരിയുന്നതും കേരളം കണ്ടതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനം കൂടിയാണ് NSSും SNDPയും സഹകരിക്കുന്നു എന്നത്. SNDPയുടെ നേതൃയോഗം അടുത്ത ദിവസം ചേരാൻ പോകുന്നു. അതടക്കം എന്തൊക്കെ നടപടികൾ, നീക്കങ്ങളാണ് ഇരു സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു ഐക്യനീക്കമെന്നാണ് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു ഐക്യമെന്നുള്ളത് നേരത്തെ തന്നെ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ അത് യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രം. NSSും SNDPയും തമ്മിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഐക്യം ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. ഇക്കാര്യം NSS ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ പരാമർശങ്ങളോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും തനിക്ക് യോജിപ്പില്ല. NSSൻ്റേത് എന്തായിരുന്നാലും സമദൂര സിദ്ധാന്തം തന്നെയാണ്. അതിൽ നിന്ന് അണുവിട പോലും ഇനിയും മാറ്റം വരുത്തിയിട്ടില്ല, മാറ്റം വരുത്തുവാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സാമുദായിക ഐക്യമെന്നതിന് രാഷ്ട്രീയപരമായി പല ചോദ്യങ്ങളും ഉണ്ടാവില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത്തരം രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടതില്ല, യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടല്ല ഇത്തരമൊരു ഐക്യമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നേരത്തെ മറ്റു കാരണങ്ങളല്ല, മറിച്ച് സംവരണ വിഷയത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ഐക്യനീക്കങ്ങൾ പാതിവഴിയിൽ നിലച്ചുപോയത്. വീണ്ടും ഐക്യത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നതിലേക്ക് കടക്കുന്നു. അതിൽ ഏറെ സന്തോഷമുണ്ട് എന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ ഐക്യം. അതിനെ പൊളിച്ചത് ലീഗാണ് എന്നൊരു നിലപാട് SNDP യോഗം ജനറൽ സെക്രട്ടറി വിശദീകരിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല NSS ജനറൽ സെക്രട്ടറി എന്നതും വളരെ പ്രധാനമാണ്. പക്ഷേ സംവരണ വിഷയമായിരുന്നു അന്നത്തെ തടസ്സമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.